പല്ലിന്റെ ഘടനയെക്കുറിച്ച് വളരെ എളുപ്പമായ ഭാഷയിൽ വിശദീകരിക്കാം. പല്ല് 3 പ്രധാന ഭാഗങ്ങളായാണ് വിഭജിച്ചിരിക്കുന്നത്. പല്ലിന്റെ പുറത്തുള്ള ഭാഗം എനെമ. ഇത് പല്ലിന്റെ പുറത്തെ വെള്ള നിറത്തിലുള്ള കാഠിന്യമുള്ള ഭാഗമാണ്. ഈ ഭാഗം എനേമ എന്ന് വിളിക്കപ്പെടുന്നു. ഇത് ശരീരത്തിലെ ഏറ്റവും കഠിനമായ തോലാണ്. പല്ലിനെ ചീഞ്ഞു പോകുന്നതിൽ നിന്ന് സംരക്ഷിക്കുന്നു. പല്ലിന്റെ നടുക്കുള്ള ഭാഗം ഡെന്റിൻ. എമാമലിന് താഴെ ഒരു മഞ്ഞത്തലയുള്ള ഭാഗമാണ് ഡെന്റിൻ. ഇത് എനാമലിനേക്കാൾ കുറച്ച് മൃദുവായ ഭാഗമാണ്. പല്ലിന്റെ മുഴുവൻ ആകൃതിയും ശക്തിയും നൽകുന്നതിൽ ഇത് സഹായിക്കുന്നു. പല്ലിന്റെ ഉള്ള ഭാഗം പൾപ്പ്. ഇത് പല്ലിന്റെ മൃദുവായ ഉള്ള ഭാഗമാണ്. ഇവിടെ രക്തക്കുഴലുകളും നാഡികളും നെർവ്സ് ഉണ്ട്. ഈ ഭാഗമാണ് പല്ലിന് ജീവൻ നൽകുന്നത്. ഉറവിടവും സാരവും മനസ്സിലാക്കാനും ഇത് സഹായിക്കുന്നു. പല്ലിന്റെ മറ്റു ഭാഗങ്ങൾ പല്ലിന്റെ ചുറ്റിലുള്ള പല്ലുകണം ഗംസ്. പല്ലുകളുടെ ചുറ്റിലും അവയെ സംരക്ഷിക്കാനും മുറുക്കിക്കൂട്ടാനുമുള്ള മൃദുവായ ത്വക്ക്. റൂട്ട് പല്ലിന്റെ ചുവട്. പല്ലിന്റെ അടിഭാഗമാണ്. സെമെന്റം. ഇത് പല്ലിന്റെ റൂട്ട് ഭാഗത്തെ പൊതിഞ്ഞിരിക്കുന്ന കാഠിന്യമുള്ള ഒരു പാളിയാണ്. സിമെന്റം റൂട്ട് താടിയുടെ അസ്ഥികളുമായി ചേർന്നു കിടക്കാൻ സഹായിക്കുന്നു. ഇത് എനാമലിനേക്കാൾ മൃദുവായതും എന്നാൽ ഡെന്റിനേക്കാൾ ശക്തമായതുമാണ്. പല്ലുകളുടെ നല്ല സംരക്ഷണം നിർബന്ധമാണ്, കാരണം എല്ലാം ചേർന്ന് മാത്രമേ പല്ല് ശരിയായി പ്രവർത്തിക്കൂ.